ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം അങ്ങനെയായിട്ട് ദിയ പറഞ്ഞിട്ട് ഹീറോയിൻ മിയാനോട് വന്ന് മൊത്ത കാര്യം പറയായിരുന്നു. മിയക്ക് എനിക്കൊരു ഫുള്ള് ഡീറ്റെയിൽസ് വേണോ എന്ന് പറഞ്ഞ് മിയ പറയായിരുന്നു. അത് കേട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് മിയ ഹാക്കിങ് ചെയ്ത് ഫുള്ള് ഡീറ്റെയിൽസാണ് പറഞ്ഞു. മിയക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മിയക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. മിയക്ക് ഫ്രണ്ട് പറഞ്ഞ സീനിയറായിരുന്നു. ഫ്രണ്ട് പറഞ്ഞ മിയ പറഞ്ഞായിരുന്നു ഫ്രണ്ടിനോട് അങ്ങനെ ഹാക്കിങ് ചെയ്ത് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരാരും കൂടെ സംസാരിക്കാറ് ട്രാൻസ്ഫർ ആയിട്ട് ഫോൺ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇവരാരും കൂടെ സംസാരിക്കുക ട്രാൻസ്ഫർ എല്ലാം ഫോൺ നമ്പർ വെച്ചിട്ട് എല്ലാം കണ്ടുപിടിച്ചു. മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയ പറഞ്ഞ വീട്ടിലിരുന്ന് സന്തോഷത്തിൽ അർജുൻ്റെ ഫോട്ടോ വെച്ചിട്ട് അർജുൻ്റെ ഫുൾ ഫോട്ടോസ് കിട്ടിയായിരുന്നു. മിയ ഫോട്ടോസ് കണ്ടിട്ട് ചക്കര കുട്ടി എന്ന് കൊഞ്ചായിരുന്നു. മിയയുടെ ഡാഡി ഓഫീസിൽ ടയർഡായി വന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നത്? മിയാണ് മമ്മി വന്ന് കൺഫ്യൂസ്. മിയാണ് മമ്മി ഡാഡി ഷോക്കായത്. ഇവക്കെന്ത് പിടിച്ചോ ലൂസ് പിടിച്ചോ എന്ന് പറഞ്ഞ ഫ്ലിക്സ് വന്നായിരുന്നു. എന്താ മിയ ചെയ്യുന്നത് നീ? മിയ ഷോക്കായിരുന്നു. ഒന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞു. മിയ ശേഷിയാണ് ചേച്ചി കൺഫ്യൂസായി. ഇവൾക്കത് ലൂസ് പിടിച്ചോ എന്ന് പറയായിരുന്നു. മിയ അത് മമ്മി വന്ന് ഫോട്ടോ എടുത്തായിരുന്നു. മിയ എൻ്റെ ഫോട്ടോ എന്ന് പറയായിരുന്നു. മിയുടെ ഡാഡി മമ്മി ഷോക്കായിരുന്നു. ആരുടെ ചെക്കന്? അത് നമ്മളെ കൺട്രിയും പറയില്ല. ഇല്ല മമ്മി ഇവനെ ഇന്ത്യനാ. മമ്മി ഷാക്കേ ഡാഡി മമ്മി ആരേത് എൻ്റെ ബോയ് ഫ്രണ്ടാ? ഇല്ല മമ്മി ഞാൻ പ്രപ്പോസ് ഒന്നും ചെയ്തില്ല. എനിക്ക് ഇവന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഫ്ലിക്സ് പോയി അവൻ പറഞ്ഞു വന്ന് എന്താ ആരാ എന്ന് പറഞ്ഞു. ഫ്ലിക്സ് ഫോട്ടോ എടുത്തായിരുന്നു. ആരുടെ ചെക്കന്? ഇല്ല ചേട്ടാ എനിക്ക് ലവ് ചെയ്ത് ഞാൻ നോൺസൈഡ് ലവ്. എനിക്ക് ഇന്ന് ഫസ്റ്റ് മീറ്റ് നടന്ന കാര്യമല്ലോ പറയായിരുന്നു. മമ്മി ഡാഡിയൊക്കെ ഷാക്കായിരുന്നു. ഫ്രണ്ട് ടൈപ്പാണ്. ശരി ഓക്കെ എനിക്ക് ഇവനെ പൊടിച്ചിടാ. അതെ പ്ലീസ് മമ്മി ഡാഡി ഇവൻ സിംഗിളാണ് എനിക്ക് അറിഞ്ഞു മോം പ്ലീസ് ഡാഡി. ശരി ഇവരെ ഫോളോ പറയാമെന്ന് പറയുന്നു. അങ്ങനായിട്ട് ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് നമ്മുടെ അർജുനും കൃഷ് വെളിയിൽ വന്നായിരുന്നു. അവർ രണ്ടുപേരുടെ ഇരുന്നായിരുന്നു. കൃഷ് ശരിടാ മച്ചാ ഞാൻ ബാത്റൂം പോയിട്ട് വരുന്നതെന്ന് പറയായിരുന്നു. അർജുന് പറയായിരുന്നു മച്ചാ ഞാൻ വീട്ടിൽ പോകുന്നു നീ പോയിട്ട് വാ. ശരിടാ നീ വീട്ടിൽ പോയിക്കോ ഞാൻ പിന്നെ വരാം എന്ന് പറയായിരുന്നു. അങ്ങനെ ഒരു ബാത്റൂം പോയിട്ട് വെളിയിൽ വന്നായിരുന്നു. ശരി ഓക്കെ ടാക്സി എന്ന് പറയായിരുന്നു. ഒരു ടാക്സി വന്ന് നിന്നിരുന്നു. സാർ എന്താ എന്നെ എടുക്ക് പോകണോ? ഹോട്ടൽ പേര് പറയായിരുന്നു. ശരി സാർ എന്ന് പറഞ്ഞാൽ ആ ടാക്സി ഡ്രൈവർ ഒരുമാതിരി നമ്മൾ കൃഷിന് ലുക്ക് എന്താപ്പാ ഇത് സാർ ഇങ്ങോട്ട് ഒതുക്കാൻ നോക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കുക എന്താ എന്ന് പറഞ്ഞത് പ്രേടിച്ച് അവിടേക്ക് കൃഷി മയങ്ങി വീണായിരുന്നു. കൃഷി മൊത്തമൊന്നും മയങ്ങി വീണായിരുന്നു. ആ ഡ്രൈവർ ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു വലിയ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അത് ടാക്സി അല്ലായിരുന്നു. അതൊരു ബ്ലാക്ക് കാറായിരുന്നു. ഇവർ ടാക്സി നിറച്ച് നമ്പിയിട്ട് ആ കാർ കയറിയായിരുന്നു. അത് ടാക്സി എന്ന മുകളിൽ വേണം ചുമ്മാ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിട്ട് അതിനഴിച്ച് വെച്ചായിരുന്നു. അങ്ങനെ ഒരു റൂമിലാണ് കൃഷി കണ്ണു തുറന്ന് ഒരു ഗേൾ ക്യൂട്ടായിട്ട് കുറു നോക്കാൻ ആരെ പതി എന്ന് പറയായിരുന്നു. അങ്ങനെ കൃഷി ഷോക്കായിരുന്നു. അപ്പം മിയ പറയായിരുന്നു ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങൾ ലവ് ചെയ്യുക എന്ന് പറയാം. കൃഷിക്ക് ഷാക്ക് എന്തമ്മ ലവ് ചെയ്യുന്നതാ നിന്നല്ലേ ഞാൻ റെസ്റ്റോറൻറ്റിൽ കോഫി ഷോപ്പിൽ കണ്ടത്. അത് ഐസ്ക്രീം ഷോപ്പിൽ കണ്ടത്. അതെ എന്നെ കണ്ടത് എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്നെ ലവ് ടാർച്ച് ചെയ്യാറുണ്ടോ? ഇല്ല നിൽക്കമ്മ അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നു. എന്താ അതെന്ത് തത്തമ്മ അതെന്തപ്പം വൈറ്റ് കളർ എന്താ അത് കേൾക്കായിരുന്നു. വൈറ്റ് ബാഡാ അത് കേൾക്കാറ്. വൈറ്റ് ബാഡാ എന്ന് തിരിഞ്ഞു നോക്കുക. അർജുൻ കൂടെ അവിടുന്ന് തെറിച്ചു കൃഷി അവിടുന്ന് തെറിച്ച് ഓടിപ്പോയി. അർജുന് വരാം. കൃഷി അവിടുന്ന് ഒറ്റ ഓടിപ്പോയി. അപ്പാ രക്ഷപ്പെട്ടു. നോക്ക് പറയൂ ഡോഗായിരുന്നു. കൃഷിൻ്റെ അടുത്ത് ഡോഗ് അയ്യോ ഡാഗ് ഒറ്റ ഓടിപ്പോയായിരുന്നു കൃഷി. അപ്പം രക്ഷപ്പെട്ടു. അർജുൻ അതിൽ പോയിണ്ടായിരുന്നു. അതെ അർജുൻ അതിൽ പോകുന്നത് കൊണ്ട് എടാ മച്ചാന്ന് എന്താ ഈ വോയിസ് എന്തെറിഞ്ഞൊക്കെ വണ്ടിയിൽ കയറിക്കോ. അതിൽ വണ്ടിയിൽ കയറുകയാണ്. കൃഷി കേൾക്കണം മച്ചാ ഇത് എവിടുന്ന് ബൈക്ക് ഇല്ലടാ ചുമ്മാ ബൈക്കിനെ കേട്ടതാ അവിടെ ഉള്ളത്. ഒരു അങ്കിള് തന്നതാ ബൈക്ക്. ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറയായിരുന്നു. അവിടെ ഫ്ലാറ്റിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിള് തന്നതാ. ശരിടാ അങ്കിള് വൈഫിക്ക് വേണം പറയായിരുന്നു. എന്നോട് പറഞ്ഞുതരാം സ്കൂട്ടർ എടുത്തോട്ട് പോയിട്ട് കൊണ്ടുവരാതെ അങ്ങനെ പറഞ്ഞു. അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ കൃഷി പറയാം മച്ചാ ഇവിടുന്ന് ശരിയാടാ ഞാൻ ഇന്ത്യക്ക് പോയിടാ എന്ന് പറയുന്നു. എന്താടാ ഞാൻ കുറച്ച് മച്ചാ പ്ലീസ് ഡാ എന്ന് പറയുന്നു. മിയൊക്കെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മിയൊക്കെ കുറച്ച് ബിസി ഉണ്ടായി. മിയ പറഞ്ഞ ഒരു ആക്ടറാണ്. എന്നിട്ട് മിയ പറഞ്ഞ ആക്ടിങ് ഇത് മോഡലാണ് മിയ. ആക്ടിങ് പറഞ്ഞാൽ കുറച്ച് അതിന് ഇൻട്രസ്റ്റ് ആക്ടിങ് ചെയ്യും മാത്രം മിയ മാത്രം ഇങ്ങനെ ആഡിൽ ചെയ്യുന്നത്. മിയക്ക്
മോഡലാണ്. അത് മിയക്ക് ഒന്നും അറിയില്ല. കൃഷി ഉണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യക്ക് പറന്നു പോയി. അപ്പം സമാധാനമായി. കൃഷി പറയണം അമ്മ എനിക്ക് മാരേജ് ഓക്കെ മമ്മി, ഏതൊരു പെണ്ണ് എനിക്ക് മാരേജ് അയക്ക്, എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷിക്ക് ഒരു പെണ്ണ് നോക്കിയായിരുന്നു. ഗേളുടെ പേര് അമ്മു എന്ന് വിളിക്കായിരുന്നു. അമ്മുവിന് കൃഷിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കുട്ടി, ട്രഡീഷൻ ഗേൾ, എനിക്ക് ഓക്കെയാണ് കൃഷി പറയായിരുന്നു. കൃഷിക്ക് മാരേജ്, ഇങ്ങനെ മാരേജ് നടക്കാൻ പോവായിരുന്നു കൃഷിക്ക്. ഇപ്പം മാരേജ് നന്നായിട്ട് നടക്കാൻ പോകുന്നത്. നാളെ രാവിലെ മാരേജ്. ഇപ്പം നമ്മളെ മിയനെ നോക്കാം. മിയക്ക് ഒന്നും അറിയില്ലായിരുന്നു പാവ കൃഷിക്ക് മാരേജ് കാര്യം. മിയക്ക് ഓൾറെഡി കോൾ വന്നായിരുന്നു. അങ്ങനെയായിട്ട് അപ്പം പോയ കാര്യം മിയക്ക് അറിഞ്ഞായിരുന്നു. മിയ അതേ ഫ്ലൈറ്റിൽ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അവൻ രാവിലെ ഫ്ലൈറ്റിൽ പോയത്. മിയ പറഞ്ഞ നൈറ്റ് ഫ്ലൈറ്റിൽ വന്നായിരുന്നു. അതിന് മിയക്ക് പ്ലേസ് എല്ലാം അറിയുമായിരുന്നു. ഇപ്പം കൃഷിക്ക് മാരേജ് കാര്യം മിയക്ക് അറിഞ്ഞു. മിയക്ക് ടെൻഷൻ വെച്ചിട്ടുണ്ടോ എപ്പം മാരേജ് കാര്യം പറയുന്നത്. രാവിലെയാണ് മാരേജ് നടക്കുന്നത്. അതിലൊരു ഗോള് പറയുന്നത് ഹോട്ടലിൽ ഇന്ത്യൻ ഗോളാണ് മാരേജ് എപ്പോൾ നടക്കുന്നത് ഇത് പറയായിരുന്നു. അങ്ങനെ മാരേജ് അല്ല ഫങ്ഷനായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോയായിരുന്നു. അങ്ങനെ താലി കെട്ടൊരു ഫങ്ഷൻ, അതിന് പെണ്ണ് കൊണ്ട് വന്നിരിക്കാമെന്ന് പറയായിരുന്നു. പെണ്ണ് വന്ന് ഇരുന്നായിരുന്നു. താലി കെട്ടാൻ പോയായിരുന്നു കൃഷി. സ്റ്റോപ്പ് അത് പറയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മിയനെ കണ്ടിട്ട് കൃഷിക്ക് കൈക്കളത് ഉറക്കാതെടുക്കുക. അയ്യോ വന്ന കൃഷിനെ കണ്ടിട്ട് ഒരാൾക്ക് പറയായിരുന്നു, എന്താടാ നീ അങ്ങനെ കൃഷി കൈക്കോറ അങ്ങനെ ആ പെണ്ണിനെ വരച്ചെടുത്ത് പെണ്ണിനെ അങ്ങോട്ട് ഊന്നിട്ടിട്ട് പോകേണ്ടതിരുന്ന് താലി കെട്ടാതെ കൃഷി കെട്ടിവെച്ചിട്ട് കൃഷി ഷാക്കായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ഷാക്കായിരുന്നു. എന്താണ് നടക്കുന്നത് കേൾക്കായിരുന്നു. ആ പെണ്ണിക്ക് അവിടെ സാഡായിരുന്നു. ആ പെണ്ണ് ഒരാളെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് സാഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പെണ്ണിൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ പെണ്ണ് ബോയ് ഫ്രണ്ട് കൂടെ പോയായിരുന്നു. ബോയ് ഫ്രണ്ട് ഓൾറെഡി താലി കൊടുത്തു. ആ ബോയ് ഫ്രണ്ട് മാരേജ് കഴിച്ച്. ആ പെണ്ണ് മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായിരുന്നു. ഇങ്ങനെ ഹീറോയിൻ റിച്ചാണ്. ആ പെണ്ണ് അവർ നോർമലാണ്. പിന്നെ ചെക്കനും കുറച്ച് റിച്ചാണ്. ഹീറോയിൻ്റെ ഫാമിലി ഭയങ്കര റിച്ചാണ്. അവരുടെ കാട്ടി ലെവൽ റിച്ചാണ്. അങ്ങനെയായിട്ട് മാരേജ് നന്നായിട്ട് അറിഞ്ഞായിരുന്നു. മിയ പറഞ്ഞു, ഞാൻ ഇത്ര ലവ് ചെയ്ത് നീ വേറെ പെണ്ണ് മാരേജ് കഴിക്കോ എന്ന് പറഞ്ഞ കൃഷിനെ കുത്തായിരുന്നു. പാവ കൃഷി, ഇതിനമ്മ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നതെന്ന് പറയട്ടെ. മിയാൻ്റെ മമ്മി ഡാഡി പറഞ്ഞു. അവരോട് ഹീറോയിൻ്റെ മമ്മി ഡാഡി എല്ലാം പറയായിരുന്നു. ശരി ഓക്കെ പ്രശ്നമില്ല, ഇതൊക്കെ കൃഷി പേടിച്ചത് എന്ന് പറയുന്ന കൃഷിയുടെ മമ്മി ഷോക്കായിട്ട് കൃഷിനെ നോക്കായിരുന്നു. എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. ഹീറോയിൻ പേടിച്ചിട്ടാണ് മാരേജ് സമ്മതിച്ചത് കാര്യം